കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPI പ്രവർത്തകർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. ദേവസ്വം മന്ത്രിയുമായി തർക്കമില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ. തേക്കിൻകാട് മൈതാന നവീകരണത്തിന്റെ ചുമതല തൃശൂർ കോർപ്പറേഷനാണെന്ന് ദേവസ്വം ബോർഡ്. പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്തതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പുലിമുഖങ്ങളുമായാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കേന്ദ്രമന്ത്രി പുലിക്കളി സംഘങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷം. ഉത്തരവാദിത്തം കളക്ടർക്കെന്ന് BJP. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSRTCയിലെ ജീവനക്കാർക്ക് ശൌചാലയമില്ലാതെ വലയുന്നു. 3 ദിവസത്തെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ശൌചാലയങ്ങൾ 2 ആഴ്ച പിന്നിട്ടിട്ടും തുറന്നില്ല. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന് 3ാം അംഗം. ഹെയ്ത്തി മൊറോക്കോ പോരാട്ടം പുലർച്ചെ. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മലപ്പുറം അരീക്കോട് സ്വദേശി നബീലാണ് അറസ്റ്റിലായത്. പ്രതി പിടിയിലായത് കാമുകിയോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. വാർത്തകൾ വിശദമായി. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ നാടിനെ തകർക്കുന്നുവെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുമ്പിൽ ബാരിക്കേഡ് നിരത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ നടത്തിയ ശ്രമം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പലരും മുദ്രാവാക്യം വിളികളോടെ ബാരിക്കേഡിൽ കയറിയതോടെ രണ്ടാമതും ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം RL ശ്രീലാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് PH നിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി റോസൽ രാജ്, ജോയിന്റ് സെക്രട്ടറി CS സംഗീത്, SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPI പ്രവർത്തകർ നടത്തിയ കൃഷിഭവനിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. പോലീസ് അടച്ചിട്ട് കൃഷിഭവന്റെ ഓഫീസ് തള്ളി തുറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് ഉന്തും തള്ളിലും കലാശിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൌൺസിൽ അംഗങ്ങളായ MV ഗംഗാധരൻ, ഉഷ പരമേശ്വരൻ, AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV വിവേക്, ചാലക്കുടി ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലപാടുകളുടെ രാജകുമാരനാണ് താനെന്ന് വീമ്പു പറയുന്ന മുഖ്യമന്ത്രി യാതൊരു നിലപാടുമില്ലാത്ത പൊള്ളത്തരങ്ങളുടെ രാജകുമാരനാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ പ്രതിഷേധിച്ച് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA P ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനകീയ പ്രതിരോധങ്ങളിലൂടെ കേരളം ഇതുവരെ അകറ്റി നിർത്തിയ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പിൻവാതിലിലൂടെ പിടിമുറുക്കാൻ PM ശ്രീ പദ്ധതി അവസരമൊരുക്കുമെന്ന് മുൻ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ പറഞ്ഞു.
PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിലേക്ക് CPI നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ പലതും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും VR സുനിൽകുമാർ പറഞ്ഞു. CPI ജില്ലാ കൌൺസിൽ അംഗം PP സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഖയീസ്, AIYF ജില്ലാ വൈസ് പ്രസിഡന്റ് TR ജിതിൻ, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സുമശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം മന്ത്രിയുമായി തർക്കമില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ. തേക്കിൻകാട് മൈതാനം നവീകരണത്തിന്റെ ചുമതല തൃശൂർ കോർപ്പറേഷനാണെന്നും ദേവസ്വം ബോർഡ്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം ഏറെ പ്രശസ്തമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഗോപുരം തകർച്ചാ ഭീഷണി നേരിട്ടപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് ഈ മാസം 26-ന് അത് സമർപ്പണം നടക്കുകയാണ്. ഇതേസമയം തന്നെ ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിലവിലെ ദേവസ്വം മന്ത്രിയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അകൽച്ചയാണ് എന്നുള്ള പ്രചരണമുണ്ട്. വാസ്തവമാണോ? അത് ദുഷ്പ്രചരണമാണ്. കാരണം ദേവസ്വം മന്ത്രിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമർപ്പണത്തിന് വേണ്ടി ഇത് നിർമ്മിച്ച TVS ഗ്രൂപ്പിൻ്റെ കൈൻകാര്യം ട്രസ്റ്റിൻ്റെ ആളുകൾ 26-ാം തീയതി സമർപ്പണം നടത്താം എന്ന് പറഞ്ഞത് 22-ാം തീയതിയാണ്. 23-ാം തീയതി തന്നെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അവർ 24-ാം തീയതി പറയാമെന്ന് പറഞ്ഞ് 23-ാം തീയതി ഡേറ്റ് കിട്ടിയില്ല. 24-ാം തീയതി അറിയിച്ചത് 26-ാം തീയതി. തിരുവനന്തപുരത്ത് മന്ത്രിക്ക് ഒരു പ്രധാന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് തൃശ്ശൂർ എത്തിച്ചേരാൻ കഴിയില്ല. തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തർക്കവുമില്ല. വളരെ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിലവിൽ ഭരണസമിതി ഉള്ളത്. ഭരണം മാറി അങ്ങനെ പുതിയ ഓർഡിനൻസ് വേണ്ടി വരും. കാരണം പ്രത്യേക നിയമമുണ്ട്. അങ്ങനെ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു നീക്കവും നടക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. കാരണം നീക്കം നടക്കേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടുത്തുള്ളപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കാണ്ട്, തേക്കിൻകാട് മൈതാനമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഓരോ ബജറ്റ് കഴിയുമ്പോഴും കോടിക്കണക്കിന് രൂപ ഈ തേക്കിൻകാട് മൈതാനത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവീകരണം എന്ന രീതിയിൽ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ കടലാസിൽ എന്നല്ല, ഇത്തവണയും 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് തേക്കിൻകാട് മൈതാനത്തിന്. എവിടെയാണ് പാകപ്പിഴ പറ്റിയത്? ഞാനത് 10 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചതായ വാർത്ത കിട്ടിയ വഴിക്ക് അത് ഇത്തവണ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെലവഴിക്കുന്നത് കാണുന്നില്ല. കഴിഞ്ഞ തവണ മാറ്റിവെച്ചതിനെ സംബന്ധിച്ച് നമ്മൾ അന്നത്തെ സ്ഥലം MLAയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ തദ്ദേശഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനാണ് അതിൻ്റെ മുൻകൈ എടുക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തേക്കിൻകാട് മൈതാനത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്ന് കിട്ടി. ഒപ്പം തന്നെ TCBയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ദേവസ്വം മന്ത്രിയുമായി എന്തെങ്കിലും അകൽച്ചയുണ്ടോ എന്നുള്ള. അതില്ല എന്നുള്ളതാണ് പറയുന്നത്. സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K രവീന്ദ്രൻ TCBയോട് പങ്കുവയ്ക്കുന്നത്. TCBക്ക് വേണ്ടി ക്യാമറമാൻ CB പോട്ടനോടൊപ്പം മുകേഷ് ലാൽ. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പുലിക്കളി വിഷയം ഉയർത്തി പ്രതിപക്ഷ കൌൺസിലർമാർ. പുലിമുഖവുമായാണ് കൌൺസിലർമാർ ഹാളിലെത്തിയത്. കഴിഞ്ഞ പുലിക്കളി സമയത്ത് ഓരോ ടീമിനും 3 ലക്ഷം രൂപ വീതം നൽകുമെന്ന് പ്രഖ്യാപിച്ച സുരേഷ് ഗോപി തുക അനുവദിക്കാതെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആരോപിച്ചു. പറയാത്ത മാനദണ്ഡങ്ങൾ പുലിക്കളി സംഘങ്ങൾ എങ്ങനെയാണ് പാലിക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. നഗരത്തിലെ പല കെട്ടിടങ്ങളിലും അനധികൃതമായ താമസവും അനാശാസ്യവും നടക്കുന്നുവെന്നും അനധികൃത താമസക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഹിരൺ ആവശ്യപ്പെട്ടു. അതേസമയം പുലിക്കളി വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയുമായി BJP പാർലമെന്ററി പാർട്ടി നേതാവ് രഘുനാഥ് സി മേനോൻ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം ലഭിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡമുണ്ട്. ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്കാണ്. വാക്കു പറഞ്ഞാൽ പാലിക്കുന്ന ആളാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്പുകമ്പി മോഷണത്തിൽ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണവുമായി അതിവേഗം മുന്നോട്ടു പോകണമെന്നും അമ്പാടിക്കുളവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ലാലി ജെയിംസ് ആവശ്യപ്പെട്ടു. പറവട്ടാനി സ്റ്റേഡിയത്തോട് ചേർന്നുള്ള ശുചിമുറി എത്രയും പെട്ടെന്ന് പ്രവർത്തന യോഗ്യമാക്കണമെന്ന് പൊതുചർച്ചയിൽ ML റോസി ആവശ്യപ്പെട്ടു. TCV തൃശൂർ. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT.
One platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങൂ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSRTC ഓഫീസിലെയും സമീപത്തെ KSRTC സ്റ്റേ റൂമിലെയും ജീവനക്കാർ ശൌചാലയം ഇല്ലാതെ വലയുന്നു. 3 ദിവസത്തെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ശൌചാലയങ്ങൾ 2 ആഴ്ച പിന്നിട്ടിട്ടും അടഞ്ഞുകിടക്കുന്നതാണ് പ്രതിസന്ധിയിലായത്. KSRTC തൃശൂർ ഡിപ്പോ കെട്ടിടം മാസങ്ങൾക്ക് മുൻപ് പൊളിച്ചപ്പോൾ തൃശൂർ കോർപ്പറേഷന്റെ ശക്തൻ സ്റ്റാൻഡിലെ ബഹുനില കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയ ഓഫീസിൽ 20ഓളം ജീവനക്കാരുണ്ട്. തൊട്ടടുത്ത KSRTC സ്റ്റേ മുറിയിലും 20ലേറെ ജീവനക്കാർ രാത്രി പല നേരങ്ങളിലായി വിശ്രമിക്കാനെത്തും. ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമാണ് ശൗചാലയങ്ങൾ അടച്ചതോടെ ഇല്ലാതായത്. 7-ാം തീയതി മുതൽ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് 24-ാം തീയതിയായി. ഇത്രയും ദിവസമായിട്ട് ഇത് അടച്ചു കിടക്കുകയാണ്. 3 ദിവസം കൊണ്ട് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കോർപ്പറേഷൻ ഇത് അടച്ചിട്ടിട്ടുള്ളത്. പക്ഷേ ഈ സമയം വരെ ഇതൊന്നും തുറന്നിട്ടില്ല. ജീവനക്കാർക്ക് ഇവിടെ നിന്ന് ഇവിടെ വന്ന് വിശ്രമിക്കുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യത്തിന് പോകണമെങ്കിൽ താഴെ ഇറങ്ങി അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന മാർക്കറ്റിൻ്റെ ഉള്ളിലെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ ഇവിടെ നിന്ന് ചുരുങ്ങിയതൊരു 1/2 കിലോമീറ്ററെങ്കിലും നടക്കേണ്ടതായിട്ട് വരും. അവിടെയാണെങ്കിൽ പുലർച്ചെ 4 മണി മുതൽ വൈകിട്ട് 7 മണി വരെയേ സൗകര്യമുള്ളൂ. അതല്ല എങ്കിൽ നേരെ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് അല്ലെങ്കിൽ നടന്നിട്ടായാലും KSRTC സ്റ്റാൻഡിൽ പോയിട്ട് വേണം ഇവർക്ക് കക്കൂസിൽ പോകുന്നതിനും അതുപോലെ ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിക്കണം എന്നുള്ള സൗകര്യം നിർവഹിക്കാനായിട്ട്. അത് കാരണം ജീവനക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ബദൽ സംവിധാനമായി എതിർവശത്തുള്ള കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ റോഡിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡർ ചുറ്റി വളയണം. അല്ലെങ്കിൽ KSRTC ഡിപ്പോയിലേക്ക് തന്നെ പോകേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല വൈകുന്നേരം 7 മണിയായാൽ കംഫർട്ട് സ്റ്റേഷൻ അടയ്ക്കും. പിന്നെ തുറക്കുക പുലർച്ചെ 4-നാണ്. എത്രയും വേഗം അടച്ചിട്ട ശൗചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. TCV തൃശൂർ. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച് മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ബജറ്റിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പാക്കേജ് പ്രഖ്യാപിച്ച് പണം അനുവദിച്ചത്. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ $US തരാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് നിന്ന് 4 പേരെ വിളിച്ചുവരുത്തി അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കാറിലുള്ളവരെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് പണവും മൊബൈൽ ഫോണും കവർന്നത്. മലപ്പുറം അരീക്കോട് സ്വദേശിയാണ് ചത്തക്കുണ്ടങ്ങൽ വീട്ടിൽ നബീൽ. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലെ ആഡംബര വില്ലയിൽ കാമുകിയുമൊത്ത് കഴിയുകയായിരുന്നു നബീൽ. ബുധനാഴ്ച കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാനിരിക്കെയായിരുന്നു പ്രതി പിടിയിലായത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പ്രധാന പൂരങ്ങൾക്ക് ആനയെയും ചമയങ്ങളും നൽകിയിരുന്ന KN വെങ്കിടാദ്രി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള കൊമ്പനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വാങ്ങി തൃശൂരിൽ എത്തിച്ചത് വെങ്കിടാദ്രിയുടെ കുടുംബമാണ്. ഒരു കാലത്ത് ആന ഉടമകളുടെയും പൂരക്കമ്മിറ്റികളുടെയും താവളമായിരുന്നു മാരാർ റോഡിൽ KN വെങ്കിടാദ്രി ആൻഡ് കമ്പനി. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം MG റോഡ് ബ്രാഹ്മണസഭാ ശ്മശാനത്തിൽ നടക്കും. തൃശൂരിൽ പൂരപ്പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്ന പേരുകളിൽ ഒന്നാണ് വെങ്കിടാദ്രി ആൻഡ് സൺസ്. പാർവതി അമ്മാളുടെ മകനായി 1950-ലാണ് രാജുസ്വാമി ജനിച്ചത്. 1970 മുതൽ ആനച്ചമയരംഗത്തും രാജുസ്വാമി സജീവമാണ്. തൃശൂരിലെ ദേവസ്വങ്ങൾക്ക് ചമയങ്ങൾ സ്വന്തമായി കുറവായിരുന്ന കാലത്ത് ചമയങ്ങൾ എത്തിച്ചു നൽകിയിരുന്നത് രാജുസ്വാമിയാണ്. പാർമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾക്കായി അക്കാലത്തെ ദേവസ്വം ഭാരവാഹികൾ രാജുസ്വാമിയുമായി സംസാരിക്കുകയും പ്രസിദ്ധരായ ആനകളെ തൃശൂർ പൂരത്തിനായി എത്തിക്കുകയും ചെയ്തിരുന്നു. ഡൽഹി ഏഷ്യാഡിനായി കേരളത്തിൽ നിന്ന് ആനകളെയും ആനച്ചമയവും കൊണ്ടുപോകാൻ അന്നത്തെ സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിൽ രാജുസ്വാമി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഏഷ്യാഡിനു കൂടാതെ മുംബൈയിൽ പലതവണ നടന്ന പൂരം, ഗുജറാത്ത്, ഡോംബിവില്ലി, ചെന്നൈ എന്നിവിടങ്ങളിൽ ആന, ചമയം, വാദ്യക്കാർ എന്നിവരെ എത്തിച്ച് പൂരം നടത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നടന്ന മിസ് വേൾഡിലും ആന, ചമയം എന്നിവയടക്കം മേളക്കാരെ അണിനിരത്തി പൂരം ഒരുക്കാൻ രാജുസ്വാമിക്ക് സാധിച്ചു. തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, പാല എന്നിവിടങ്ങളിൽ നിരവധി തവണകളായി നടന്ന ഗജമേളകളിലെ മുഖ്യ സംഘാടകൻ രാജുസ്വാമിയായിരുന്നു. പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങൾ, കുട്ടനെല്ലൂർ പൂരം, കൊടുന്തിരിപ്പിള്ളി നവരാത്രി, നെന്മാറ വേല തുടങ്ങി പ്രശസ്തമായ ഒട്ടനവധി പൂരങ്ങളിലേക്ക് വേണ്ട സൗകര്യങ്ങൾ പതിറ്റാണ്ടുകളായി രാജുസ്വാമി ചെയ്തു വന്നിരുന്നു. വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.
ഒല്ലൂർ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രത്യേക ഉന്നതതല യോഗം ഉടൻ വിളിച്ചു ചേർക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ വ്യക്തമാക്കി. കെ രാജൻ എംഎൽഎ അവതരിപ്പിച്ച സബ്മിഷനിലുള്ള മറുപടിയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. മാനാമംഗലം ഫോറസ്റ്റ് ഡിവിഷൻ, പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച്, പീച്ചി വൈൽഡ് ലൈഫ് വിഭാഗത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ളത്. കാട്ടാന ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ ഉറപ്പാക്കാൻ 500 അംഗങ്ങളടങ്ങിയ റിസർവ് ഫോഴ്സിനെ നിയോഗിക്കും. RRTകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയമിക്കും. കാട്ടാനകളെ സുരക്ഷിതമായി കാട്ടിലേക്ക് തുരത്തുന്നതിന് 7 വാച്ചർമാരെ കൂടി നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. KSEBയുടെ അശാസ്ത്രീയ അതിർത്തി നിർണയം നാരായണമംഗലം ഗ്രാമത്തിന് ദുരിതമായി മാറുന്നു. മേഖലയിലെ ചെമ്മീൻ കർഷകരാണ് ഇതുമൂലം വലിയ പ്രതിസന്ധി നേരിടുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കിഴക്കേ അതിരായ നാരായണമംഗലം കാർഷിക മേഖലയാണ്. ജില്ലയിൽ ഏറ്റവുമധികം ചെമ്മീൻ കൃഷി നടക്കുന്ന പ്രദേശങ്ങളിലൊന്നാണിവിടം. നഗരസഭയിൽ ഉൾപ്പെട്ട നാരായണമംഗലത്തെ തെക്കേക്കുന്നുൾപ്പെടെയുള്ള വലിയൊരു ഭാഗം പ്രദേശത്തെ വൈദ്യുതി വിതരണ സംവിധാനം ഇപ്പോൾ തൊട്ടടുത്തുള്ള പുത്തഞ്ചിറ പഞ്ചായത്തിലെ സെക്ഷൻ ഓഫീസിന് കീഴിലാണുള്ളത്. വൈദ്യുതി എത്തുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവയുടെ ചുമതല പുത്തഞ്ചിറ സെക്ഷന് കീഴിലാണ്. പുത്തഞ്ചിറയിൽ നിന്നും നാരായണമംഗലത്തേക്ക് 11 kV ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ല. വ്യാപകമായി വനാമി ചെമ്മീൻ കൃഷി നടത്തുന്ന നാരായണമംഗലത്തെ പാടങ്ങളിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ നൽകുന്ന എയറേറ്റർ എന്ന യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിന് വൈദ്യുതി അത്യാവശ്യമാണ്. എന്നാൽ KSEBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം മൂലം പ്രദേശത്ത് വൈദ്യുതി തടസ്സം പതിവാണ്. മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് മൂലം ചെമ്മീൻ കർഷകർ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വൈദ്യുതി രംഗത്ത് അവർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ സമയബന്ധിതമായി 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട വൈദ്യുതി അത്യാവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അവർ പലപ്പോഴും അവിടുത്തെ ഈ കൺസ്യൂമേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നുണ്ട്. ഈ വൈദ്യുതി ഇല്ലെങ്കിൽ ഇവർക്ക് ഈ ചെമ്മീൻ കുഞ്ഞുങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരു സംവിധാനം, അവിടെ പ്രവർത്തിക്കുന്ന സംവിധാനം പൂർണ്ണമായിട്ടും നിശ്ചലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കിട്ടാതെ ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോവുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി ഇത് പോകുകയും ബന്ധപ്പെട്ട എഞ്ചിനീയറെ വിളിച്ച് ഇവർ പരാതിപ്പെട്ടെങ്കിലും അവർ യാതൊരുവിധ നടപടിയും അതിലെടുത്തില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട KSEB കാണിച്ച വലിയൊരു ഗുരുതരമായ അനാസ്ഥയുടെ ഭാഗമായിട്ട് ഒരു കർഷകൻ വലിയ പ്രതിസന്ധിയിലായി. ആ കർഷകൻ മാത്രമല്ല, ആ മേഖലയിൽ ഇത്തരത്തിലുള്ള കൃഷി നടത്തുന്ന ഒട്ടനവധി ആളുകൾക്ക് അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം വരികയാണ്. ഒരു രാത്രി മുഴുവൻ വൈദ്യുതി തകരാറിനെ തുടർന്ന് ചെമ്മീൻ കൃഷി അപ്പാടെ നശിച്ചത് ഇക്കഴിഞ്ഞ ദിവസമാണ്. വൈദ്യുതി വിതരണത്തെ തകിടം മറിക്കുന്ന KSEBയുടെ അശാസ്ത്രീയമായ അതിർത്തി നിർണയം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. TCV കൊടുങ്ങല്ലൂർ. അതിരപ്പിള്ളിയിൽ KSRTC ബസിന് നേരെ കാട്ടാന ആക്രമണം. മലക്കപ്പാറയിൽ നിന്നും വന്ന ചാലക്കുടി ഡിപ്പോയിലെ ബസിന് നേരെയായിരുന്നു ആക്രമണം. വാഴച്ചാലിനും അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനും ഇടയിൽ റോഡിൽ നിന്ന് 2 ആനകളിൽ ഒന്നാണ് ബസിന് നേരെ പാഞ്ഞെടുത്തത്. ബസിന്റെ ഇടതുഭാഗത്ത് തുമ്പിക്കൈ കൊണ്ട് തട്ടിയതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. ഡ്രൈവർ നിർത്താതെ ഹോൺ മുഴക്കിയപ്പോൾ ആന കാട് കയറുകയായിരുന്നു. ദേശീയപാത നെടുമ്പാശ്ശേരി ഫാർമസി കവലയിലുണ്ടായ വാഹനാപകടത്തിൽ കരുവന്നൂർ സ്വദേശികളായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുറത്താട് പുരയാറ്റുപറമ്പിൽ ഗോകുൽ, ആറാട്ടുപുഴ പുത്തരിപ്പള്ളം അശ്വിൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. ആളൂരിൽ പോലീസ് ജീപ്പ് സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ കുട്ടിക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സർക്കാരും ആഭ്യന്തര വകുപ്പും മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് തുടരുകയാണ്. ചുമതലപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഇതുവരെ കുട്ടികളുടെ വീട്ടിൽ വരികയോ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും KV അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി.
കുറുമാലിപ്പുഴയിലെ മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ മുങ്ങിമരണങ്ങളും ഒഴുക്കിൽപ്പെടുന്നതും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 പേരാണ് ഇവിടെ പുഴയിൽ മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരുടെ എണ്ണവും നിരവധിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടവിൽ കുളിക്കുന്നതിനിടെ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്നെങ്കിലും സമീപത്ത് ചൂണ്ടയിട്ടിരുന്നവർ ഇവരെ രക്ഷപ്പെടുത്തി. മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൌസിന് സമീപത്താണ് ആറ്റപ്പള്ളി പാറക്കടവുള്ളത്. കടവിൽ നിന്ന് 50 മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴവും ശക്തമായ ഒഴുക്കും കൂടുതലാണ്. കടവിൽ പുഴയിലേക്ക് ഇറങ്ങാനായി 12ഓളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട്. കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധയുണ്ടായാൽ പോലും കാൽവഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും. അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപകട മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളിക്കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാതെ വന്നപ്പോൾ സമീപത്തെ പമ്പ് ഹൌസ് ജീവനക്കാർ ചേർന്ന് 2 വർഷം മുമ്പ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. TCV ന്യൂസ്, കൊടകര. മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് DCC ഓഫീസിൽ വന്ന് സമരം ചെയ്തവർ കോൺഗ്രസ് പ്രവർത്തകരല്ലെന്നും അവർക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വർഗീയ ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാണ് അവരെ പുറത്താക്കിയത്. വർഗീയ കക്ഷികളോട് ഒരു കാരണവശാലും കൂട്ടില്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണിത്. ഇത്തരക്കാരോട് ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകില്ല. DCC ഓഫീസിനു മുന്നിൽ കോലവുമായി വന്ന് സമരം ചെയ്തതിന് അറസ്റ്റിലായവരെ ജാമ്യത്തിലിറക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുവെന്ന കാര്യത്തിൽ അന്വേഷിച്ച് അവർക്കെതിരെ കർശന നടപടിയെടുക്കും. KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നം അന്വേഷിക്കാൻ 2-അംഗ സമിതിയെ നിയമിച്ചുവെന്നും KSU സംസ്ഥാന നേതൃത്വവും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും DCC അധ്യക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ വലിയ പ്രചരണമാണ് നടക്കുന്നത്. ജില്ലയിൽ കോൺഗ്രസിനുണ്ടായത് വലിയ മുന്നേറ്റമാണ്. അത് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിലെ ഒരു വിഭാഗം BJPയുമായി ചേർന്ന് അവിടെ BJPയുടെ ലേബലിൽ സ്വതന്ത്രരായി ജയിച്ച 2 പേരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് പാർട്ടി അംഗം കൂടിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. വർഗീയ കക്ഷികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഉടനടി അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത അന്ന് DCC ഭാരവാഹിയായിരുന്ന വ്യക്തിയെയും മണ്ഡലം പ്രസിഡന്റിനെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. ഈ ജൂൺ 21-നാണ് 6 മാസം പൂർത്തിയായിട്ടുള്ളത്. പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കാനും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനും ബ്ലോക്ക് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ അവിശ്വാസം കൊണ്ടുവരും. അടാട്ട് പഞ്ചായത്തിന്റെ തെരുവുനായ വിമുക്ത ഗ്രാമം പദ്ധതി കൂടുതൽ ജനകീയമാകുന്നു. ഡോഗ് ഷെൽട്ടർ സന്ദർശിക്കാനെത്തിയ വേടൻ ഒരു നായക്കുഞ്ഞിനെ ദത്തെടുത്തു. പദ്ധതി മാതൃകാപരമെന്ന വേടൻ. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം, ഒപ്പം തെരുവിന്റെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും. ഇതാണ് പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാവൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴയ്ക്കൽ റിവർ ടൂറിസം വില്ലേജിൽ താൽക്കാലിക ഷെൽട്ടറും സ്ഥാപിച്ചു. തെരുവിൽ പിറന്നു വീഴുന്ന നായക്കുഞ്ഞുങ്ങളെ ഇവിടെ സംരക്ഷിക്കും. 6 മാസം പിന്നിടുമ്പോൾ വന്ധ്യീകരിക്കും. പ്രസവിക്കുന്ന നായ്ക്കളെയും ഇതിനൊപ്പം വന്ധ്യീകരിക്കും. ഷെൽട്ടറിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റെടുത്ത് വളർത്താം. നിലവിൽ 30-ൽ പരം നായക്കുഞ്ഞുങ്ങളെയാണ് ഷെൽട്ടറിൽ നിന്നും ദത്തെടുക്കപ്പെട്ടത്. കൂടില്ലാതെ വിഷമിച്ചവർക്ക് സൗജന്യമായി കൂട് വരെ ഒരുക്കി നൽകിയാണ് കൂട്ടായ്മ കാവലും കരുതലുമായത്. ഈ നായകൾ ഫീഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ആദ്യം വിളിച്ചു കൂട്ടിയത്. അവരുമായി ആലോചിച്ച് ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ പ്രസവിച്ച് വീഴുന്നത് ഈ സമയത്താണ്. പിന്നെ നവംബർ ഡിസംബറിലാണ് അടുത്ത സീസൺ എന്ന് പറയുന്നത്. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വരിക. അവരെയാണ് നമ്മൾ എടുക്കുന്നത്. അവരെടുത്ത് ഒരു 6-ാമത്തെ മാസം സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കുട്ടികൾ 2-ാമത്തെ പ്രസവം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ പ്രസവിച്ച പട്ടികളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അവരെയും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത് ചെയ്യും. പദ്ധതിയെക്കുറിച്ചറിഞ്ഞ വേടനും ഷെൽട്ടർ സന്ദർശിക്കാനെത്തി. നാടൻ നായകളെ ഇഷ്ടപ്പെടുന്ന വേടൻ വീട്ടിലേക്ക് വളർത്താനായി ഒരു നായക്കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിന് ജാനു എന്ന പേരും നൽകി. തെരുവുനായ ആക്രമണം പോലെയുള്ള പ്രത്യേകിച്ച് കുട്ടികളെ, സ്കൂൾ മക്കളെയൊക്കെയാണ് ഇത് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തെരുവ് നായ്ക്കൾ ഉണ്ടാവാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കൂട്ടമായി ഇവരെ അബാൻഡൻ ചെയ്തപ്പോഴാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഈ കാവൽ എന്ന് പറയുന്ന ഒരു പദ്ധതി തെരുവ് നായ്ക്കളെ കുറിച്ച് കറക്റ്റ് ബോധവൽക്കരണം ജനങ്ങളെ നടത്തിപ്പിക്കാൻ, വൈദേശിക ബ്രീഡുകളെ പുറന്തള്ളിയിട്ട് നമ്മുടെ ബ്രീഡുകളെ കൊണ്ടുവരാനൊക്കെ
ഇങ്ങനെയുള്ള പദ്ധതികൾ സഹായിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളൊരു പെറ്റിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പരിയ ബ്രീഡ്സാണ് ഞാൻ വളർത്തുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്നതും ഇന്ത്യൻ പരിയ ബ്രീഡ്സാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എടുത്തേക്കുന്നതും ഒരു പരിയേനെയാണ്. കാണാം, നമുക്ക് അവൾ നല്ല ആരോഗ്യമുള്ളതായിട്ട് വളരുക. തെരുവ് നായ്ക്കളെ കൊല്ലാതെ തന്നെ ജനകീയ പിന്തുണയിലൂടെ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനാകുമെന്ന് നടപ്പിലാക്കി കാണിച്ചു തരികയാണ് പദ്ധതിയിലൂടെ അടാട്ട്. ഇത് നമ്മൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെമ്പാടും ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ തെരുവ് നായ എന്നുള്ളത് നായകളൊക്കെ വീട്ടിലേക്കാവും. ബ്രീഡ് ചെയ്യാനുള്ള ലൈസൻസ് ആവശ്യമുള്ള പട്ടികളുണ്ടെങ്കിൽ അതിനത് കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ 10 വർഷത്തിനകത്ത് ഇത് കൺട്രോൾ ആവും. ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള പ്രോജക്റ്റ് ജൂലൈയിൽ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ തയ്യാറാക്കുന്നുണ്ട്. ഗവൺമെന്റിൽ കൊടുക്കും. ഗവൺമെന്റിന് അനുമതി വാങ്ങിയാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും നടപ്പിലാക്കാൻ കഴിയും. നിലവിലെ ഷെൽട്ടറിൽ 6ഓളം നായക്കുഞ്ഞുങ്ങളുണ്ട്. ആവശ്യക്കാർക്ക് നേരിട്ടെത്തി ഏറ്റെടുക്കാം. വിജയം കണ്ട പദ്ധതി വ്യാപിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. TCV തൃശൂർ. സംസ്ഥാന സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെന്ന് വേടൻ. ജനം തിരഞ്ഞെടുത്ത സർക്കാരാണ്, ആവശ്യമായ സമയം നൽകണം. നല്ലത് നടക്കും, എടുത്തോ പിടിച്ചോ എന്ന ഒന്നിനെ പറ്റിയും പറയാനാകില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണ് നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികം സമയമായിട്ടില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഭരണത്തിൽ കയറിയിട്ടുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിലും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് സമയം കൊടുത്ത് തന്നെ കാത്തിരുന്നല്ലേ നല്ലതന്നെ നടക്കും. അതേസമയം ഭരണമാറ്റത്തിലേക്ക് നയിച്ച LDFന്റെ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്നും ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നും വേടൻ തൃശൂരിൽ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന് 3-ാം അംഗം. പുലർച്ചെ 3:30 തുടങ്ങുന്ന മത്സരത്തിൽ സ്കോട്ട്ലാൻഡാണ് എതിരാളികൾ. ആദ്യ കളിയിൽ മൊറോക്കോയുമായി ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞ ബ്രസീൽ 2ാം മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ തകർത്തിരുന്നു. ഹെയ്ത്തി മൊറോക്കോ നേരിടും. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഉസ്ബെക്കിസ്ഥാൻ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പോർച്ചുഗൽ തകർത്തു. ഇംഗ്ലണ്ടും ഘാനയും തമ്മിലുള്ള പോരാട്ടം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. കോങ്കോയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ട് റൗണ്ടിൽ കടന്നു. അതേസമയം ഇംഗ്ലണ്ട് ആരാധകരെ നിരാശരാക്കി ഘാനയുമായുള്ള പോരാട്ടം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഘാനയുടെ ശക്തമായ പ്രതിരോധ കോട്ട തകർക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. മത്സരത്തിലുടനീളം വളരെ കുറഞ്ഞ അവസരങ്ങൾ മാത്രമാണ് ഇംഗ്ലീഷ് നിരയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. കോങ്കോയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് കൊളംബിയ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത ഉറപ്പാക്കി. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 2ാം പകുതിയിൽ ലക്ഷ്യം കണ്ട പ്രതിരോധ താരം ഡാനിയൽ മുനോസാണ് കൊളംബിയയുടെ വിജയശില്പി. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി ക്രൊയേഷ്യ നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കി. 2ാം തോൽവിയോടെ പാനമ ലോകകപ്പിൽ നിന്ന് പുറത്തായി. സ്പോർട്സ് ഡെസ്ക് TCV. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് DYFI കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിൽ CPI പ്രവർത്തകർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേവസ്വം മന്ത്രിയുമായി തർക്കമില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ. തേക്കിൻകാട് മൈതാന നവീകരണത്തിന്റെ ചുമതല തൃശൂർ കോർപ്പറേഷനാണെന്ന് ദേവസ്വം ബോർഡ്.
പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്തതിൽ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പുലിമുഖങ്ങളുമായാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കേന്ദ്രമന്ത്രി പുലിക്കളി സംഘങ്ങളെ വഞ്ചിച്ചുവെന്ന് പ്രതിപക്ഷം. ഉത്തരവാദിത്തം കളക്ടർക്കെന്ന് BJP. തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന KSRTCയിലെ ജീവനക്കാർ ശൌചാലയമില്ലാതെ വലയുന്നു. 3 ദിവസത്തെ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട ശൌചാലയങ്ങൾ 2 ആഴ്ച പിന്നിട്ടിട്ടും തുറന്നില്ല. നാലമ്പല തീർത്ഥാടന പാക്കേജിന് 10 കോടി രൂപ അനുവദിച്ച മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, തിരുകൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾക്ക് തുടക്കമാകുന്നു. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന് 3-ാം അംഗം. ഹെയ്ത്തി മൊറോക്കോ പോരാട്ടം പുലർച്ചെ. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. മലപ്പുറം അരീക്കോട് സ്വദേശി നബീലാണ് അറസ്റ്റിലായത്. പ്രതി പിടിയിലായത് കാമുകിയോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.